ഇത് ജീവിതത്തെ പ്രണയിച്ച് കൊതിതീരാത്ത ഒരാളുടെ ജീവിതരേഖയാണ്. വാർദ്ധക്യത്തെ ആഘോഷമാക്കാനും സൗഹൃദങ്ങളെ സമ്പാദ്യമാക്കാനും ജീവിതയാത്ര നടത്തുന്ന ഒരാളുടെ അനുഭവക്കുറിപ്പും. ഇവിടെ ഈ മനുഷ്യൻ്റെ അനുഭവങ്ങളും ദർശനങ്ങളും ജീവിതം എത്ര മനോഹരമാണെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഒരു യാത്ര ജീവിതത്തിൻ്റെതായ യാതൊരു തിരക്കുകളും സമ്മർദ്ദങ്ങളുമില്ലാതെ ഒഴുക്കുള്ള വെള്ളത്തിൽ അഴുക്കില്ലെന്ന നാട്ടുമൊഴിയെ അന്വർത്ഥമാക്കും വിധം ലൂയിസ് മാസ്റ്റർ എന്ന ഇരിഞ്ഞാലക്കുടക്കാരനായ സഹൃദയൻ്റെ ജീവിത സായന്തനം സൗഹൃദങ്ങൾ പങ്കുവയ്ക്കാനുള്ള യാത്രകൾക്കായി പകുത്തുവച്ചിരിക്കുകയാണ്. ഈ യാത്രകളിലൂടെയാണ് ഭാര്യയും ഉറ്റ സുഹൃത്തുക്കളും നഷ്ടപ്പെട്ട വേദനയും ഏകാന്തതയും ഈ മനുഷ്യൻ മറികടക്കുന്നത്. ഒരർത്ഥത്തിൽ മനസ്സിനെയും ശരീരത്തെയും ജീവിതത്തെയും നവീകരിക്കാനുള്ള കായകൽപ്പം കൂടിയാണ് ഈ യാത്രകൾ. ട്രെയിനുകളിലെ സൗഹൃദങ്ങൾക്കൊപ്പം സഹയാത്രികനായി ലൂയിസ് മാസ്റ്റർ മാറിയിട്ട് 10 വർഷം പിന്നിടുന്നു. കൃത്യമായി പറഞ്ഞാൽ ഭാര്യ മേഴ്സി വിട പറഞ്ഞത് മുതൽ. ഒന്ന് എൻ്റെ ഭാര്യയുടെ മരണം, അതിനെ ഒന്ന് മറികടക്കാനായിട്ട് ട്രെയിൻ യാത്ര എന്നെ വളരെയധികം സഹായിച്ചിട്ടുള്ളത്. ഓരോ ദിവസവും ഓരോ പുതിയ പുതിയ ആശയങ്ങളാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. അപ്പോൾ പഴയതിന് സ്ഥാനമില്ല, അവിടെ പുതിയത് വരുമ്പോൾ എൻ്റെ മനസ്സും ഓരോ ദിവസം പുതിയതായിട്ട് വരിക ചെയ്യുന്നത്. അതിൽ യാതൊരു അഴുക്കുമില്ലാതെ ക്ലീൻ മൈൻഡായിട്ട് വരിക. അപ്പോൾ അത് എപ്പോഴും ആക്റ്റീവായിരിക്കും. അപ്പോൾ എൻ്റെ മനസ്സ് ശുദ്ധീകരിക്കാനും വാക്കുകൾ ശുദ്ധീകരിക്കാനും പ്രവൃത്തി ശുദ്ധീകരിക്കാനും ഏറ്റവും വലിയ മീഡിയ ആയിട്ട് കാണുന്നത് ഈ യാത്രയാണ്. കല്ലേറ്റുങ്കര കടുപ്പശ്ശേരിയിൽ നിന്ന് രാവിലെ ഒരുങ്ങിയിറങ്ങുന്ന ലൂയിസ് മാസ്റ്റർ ആദ്യം കാണുന്ന ട്രെയിനിൽ യാത്ര ആരംഭിക്കും. വർഷങ്ങളായി ചിരപരിചിതരായ ലൂയിസ് ഫാൻസുകാരെന്ന് അവകാശപ്പെടുന്നവരുടെ ഇടയിലായിരിക്കും വെടിവെട്ടവുമായി ഈ പഴയ അധ്യാപകന്റെ യാത്ര. ഉച്ചഭക്ഷണം മിക്കപ്പോഴും ഷൊർണൂരിലെ സ്റ്റേഷനിലെയും ക്യാൻറ്റീനിലെയും സുഹൃത്തുക്കൾക്കൊപ്പമാകും. തിരിച്ച് എറണാകുളത്തേക്ക് മടങ്ങുമ്പോഴാകും പുതിയ സൗഹൃദങ്ങൾക്ക് മനസ്സ് കൊടുക്കുക. പല്ലിൻ്റെ ഘടന നോക്കി സ്വഭാവം പറച്ചിൽ മുതൽ വൈലോപ്പിള്ളിയും വൈക്കം മുഹമ്മദ് ബഷീറുമായുള്ള സൗഹൃദം വരെയുള്ള ഒട്ടേറെ കഥകളും അനുഭവങ്ങളുമാണ് ഇദ്ദേഹത്തിൻ്റെ തുറുപ്പുചീട്ട്. എറണാകുളത്തെത്തി ഒരു ചായയുമടിച്ച് തിരികെ നാട്ടിലേക്ക് 6 മണിയോടെ വീട്ടിലെത്തും. തൊട്ടടുത്ത് മക്കളുടെ വീടുകളുണ്ടെങ്കിലും സ്വന്തം ഭവനത്തിൽ കഴിയാനാണ് ഇദ്ദേഹത്തിനിഷ്ടം. അവധി ദിനങ്ങളിലും മറ്റും ആശുപത്രികളിലെത്തി രോഗികളെയും ബന്ധുക്കളെയും ആശ്വസിപ്പിക്കുന്നതിനും അർഹതപ്പെട്ടവർക്ക് ചെറിയ സഹായം നൽകുന്നതിനും ഈ റിട്ടയേർഡ് അധ്യാപകൻ സമയം കണ്ടെത്തും. വൈലോപ്പിള്ളി സമ്മാനിച്ച അരിവാൾ നക്ഷത്രം മുദ്രണം ചെയ്ത വാച്ചും ധരിച്ച് കാലൻ കുടയുമായി യാത്ര ചെയ്ത ഇത്രയും കാലത്തെ അനുഭവങ്ങൾ കുറിച്ചു വച്ചിരുന്നെങ്കിൽ ഒരു പുസ്തകമാക്കാമായിരുന്നുവെന്ന നഷ്ടബോധം ഇദ്ദേഹത്തിനുണ്ട്. ചതിക്കുഴികളും സ്വാർത്ഥ ലാഭങ്ങളും ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് സൗഹൃദങ്ങൾ സമ്പാദിക്കുന്നവർക്കിടയിൽ ഈ മനുഷ്യൻ ഒരു റയർ സ്പീഷീസ് ആണെന്ന അഭിപ്രായമാണ് ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്കുള്ളത്. ഒരു നിമിഷം പോലും നിശബ്ദനാകാൻ ഇഷ്ടപ്പെടാതെ, വയസ്സനായി ഒരു മൂലയിൽ ഒതുങ്ങാനാകാതെ, സമൂഹം കൽപ്പിച്ചു നൽകിയ ലക്ഷ്മണരേഖകളുടെ വിലക്കുകൾ പാലിക്കാനാകാതെ, വാർദ്ധക്യം ബാല്യം പോലെ ജീവിതത്തിൻ്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണെന്ന ദർശനം നിശബ്ദം വിളംബരം ചെയ്യുകയാണ് ഇദ്ദേഹം. ഒപ്പം യുവത്വം നിറഞ്ഞ മനസ്സും കാഴ്ചപ്പാടുകളുമായി ജീവിതമെന്ന കലയുടെ അത്ഭുതം സ്വജീവിതത്തിലൂടെ സമൂഹത്തിന് മുന്നിൽ വരച്ചു വയ്ക്കുകയാണ് സഹൃദയനായ ഈ സാധാരണക്കാരൻ. TCV ന്യൂസ്, തൃശൂർ.